ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു അടിപൊളി നൈറ്റി നെക്ക് ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിവിടെ 9.5 ഇഞ്ച് ലെങ്ത്തും വിഡ്ത്തുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ട് അതൊന്ന് സെൻറ്റർ ഫോൾഡ് ചെയ്ത് ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2.25 ഇഞ്ച് വിഡ്ത്തും 6 ഇഞ്ച് ലെങ്ത്തുമുള്ളൊരു നെക്കാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 6.5 ഇഞ്ച് ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് നമ്മളിവിടെ ക്യാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനൊന്ന് ഇതേപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വരച്ചെടുത്ത സ്ക്വയർ ഷേപ്പിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് ഇതേപോലെ മേലോട്ടേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു 1.5 ഇഞ്ച് പോയിന്റിൽ നിന്ന് നെക്കിൻ്റെ സെൻറ്ററിലേക്ക് ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1.25 ഇഞ്ച് വിഡ്ത്തൊന്ന് നമ്മൾ വരച്ചെടുത്ത ഈ റൗണ്ട് ഷേപ്പിന് ചുറ്റിലും ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ വരച്ചെടുത്ത ആ ഒരു റൗണ്ട് ഷേപ്പിന് കറക്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ 1.25 ഇഞ്ച് വിഡ്ത്ത് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പോയിൻറ്റ്സൊക്കെ ഒന്ന് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഉൾവശം കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ബാലൻസ് വന്ന ഈ ഒരു പീസ് നമുക്ക് ഫാബ്രിക്കിൽ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ മാക്സി ബിറ്റ് കട്ട് ചെയ്തതിൻ്റെ ഫ്രണ്ട് പാർട്ട് ഞാനിവിടെ ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്യാൻവാസിൻ്റെ ബാലൻസ് വന്ന ഈ ഒരു പീസ് നമ്മൾ നൈറ്റി ഫോൾഡ് ചെയ്ത് വെച്ചതിൻ്റെ മേലെ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാൻവാസ് വെക്കുമ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ഷോൾഡറൊക്കെ ഒന്ന് കറക്റ്റാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നീങ്ങി പോകുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് നമ്മൾ ഇതേ ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ ഒന്ന് ഗ്യാപ്പ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് ആ ഒരു ലൈനിനോട് വിട്ടിട്ട് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ ഒന്ന് ഞാൻ സെയിം ഷേപ്പിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമതായിട്ട് മാർക്ക് ചെയ്ത് വെച്ച ഈ ഒരു ലൈനിലൂടെ നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഒരു അളവിൽ നമ്മൾ ഇതാ അവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്ത് വെച്ച ഈ ഒരു പീസ് ഇതിൻ്റെ നെക്കിൻ്റെ ഉൾവശം നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ബ്ലാക്ക് ഫാബ്രിക്കിൽ ഇവിടെ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1.5 ഇഞ്ച് വീതിയിലാണ് ഞാൻ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നൈറ്റി നെക്കുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത നെക്കിൻ്റെ ചീത്ത വശത്ത് ഈ ഒരു ക്രോസ് പീസിൻ്റെ നല്ല വശം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇതിൻ്റെ തയ്യൽ തുമ്പൊക്കെ ഒന്ന് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രോസ് പീസ് നമ്മൾ നൈറ്റിൻ്റെ നല്ല വശത്തേക്ക് മറിച്ച് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നല്ല വശത്തേക്ക് ഈ ഒരു ക്രോസ് പീസ് മറിച്ച് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഞാനിതവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ക്യാൻവാസ് ഇതേപോലെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് രണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഫാബ്രിക്കിൽ വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ക്യാൻവാസിൻ്റെ ഗ്ലേസിംഗ് ഉള്ള ആ ഒരു വശം ഫാബ്രിക്കിലേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ക്യാൻവാസിനോട് ചേർന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള ഫാബ്രിക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്കിൻ്റെ അടിവശത്ത് ഒരു 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്ത് മാറ്റാനായിട്ട്. ഇനി നമ്മൾ നെക്കിൻ്റെ ഉൾവശം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം ക്യാൻവാസുമായിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഇതേപോലെ
നെക്കിൻ്റെ ഉൾവശം നമ്മൾ ക്യാൻവാസുമായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഉള്ളിൽ ഡിസൈൻ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ ബ്ലാക്കിൽ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചതുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ നൈറ്റി തുണിയിൽ ബാലൻസ് വന്ന ഫാബ്രിക്കിലും 1.5 ഇഞ്ച് വീതിയിൽ കുറച്ച് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നെക്കിൻ്റെ ഉൾവശം കട്ട് ചെയ്ത് വെച്ച ആ ഒരു പീസ് ഉണ്ടല്ലോ, അതിലോ നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി അതിന് ശേഷം നമുക്കിത് നെക്കിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ക്രോസ് പീസ് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നെക്കിൻ്റെ ഉൾവശത്ത് വേണം ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം നെക്കിൻ്റെ അരികു വശത്ത് കൂടെ ഒരു 1/4 ഇഞ്ച് മേലോട്ടേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഈ ഒരു ക്രോസ് പീസ് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രോസ് പീസിൻ്റെ സെൻറ്റർ കൂടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം അടുത്ത ലെയർ നമ്മൾ ബ്ലാക്ക് കളർ ഫാബ്രിക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇതേപോലെ തന്നെ സെൻറ്റർ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ബ്ലൂ കളറിൻ്റെ മേൽവശത്ത് വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ അടുത്ത ലെയറായിട്ട് നമ്മൾ ബ്ലൂ കളറിൽ തന്നെയുള്ള ഒരു ക്രോസ് പീസ് ഇതേപോലെ സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ മേൽവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ലെയറായിട്ട് വരത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അരികുവശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം സെൻറ്റർ ഭാഗത്ത് കൂടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മേലെ അടുത്ത ലെയർ ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ലെയർ കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആകെ ഒരു സൈഡിലേക്ക് 5 ക്രോസ് പീസ് വെച്ചിട്ടാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയാലാണ് നമുക്ക് മനസ്സിലാവുക. ഈ ഒരു ക്യാൻവാസിനെ കവർ ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നെക്കിൻ്റെ മറ്റേ സൈഡും ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഇതേപോലെ തന്നെ ഒരു ക്രോസ് പീസ് വെക്കുക. പിന്നെ അതിന് ശേഷം അതിൻ്റെ മേൽവശത്തായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇപ്പം നമ്മളിവിടെ നെക്കിൻ്റെ 2 സൈഡും ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെക്ക് തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് കോണാക്കിയിട്ട് ഇതിൻ്റെ അടിവശത്ത് നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ സീം അലവൻസിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗത്ത് ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അരികുവശത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേപോലെ ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗവും തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാക്സി ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കണം. അപ്പോൾ നെക്ക് ഇതേപോലെ നൈറ്റിൻ്റെ ഉൾവശത്തേക്കൊന്ന് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നൈറ്റിൻ്റെ ഉൾവശത്തേക്ക് നെക്ക് ഇതേപോലെ ഇറക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നീങ്ങി പോകാതെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ മുട്ടുസൂചി ഉപയോഗിച്ചിട്ടൊന്ന് ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ നെക്കിൻ്റെ അരികുവശത്ത് കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഒന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.